ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. മനോഹരമായ പ്രഭാതത്തിൽ ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ വലിയവനായ കർത്താവ് അവസരം നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യാം. പലതവണ ഈ വേദഭാഗം നാം ചിന്തിച്ചിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ ചിന്തകൾ ഈ ഒരു വേദഭാഗത്തിലൂടെ നാം കേട്ടിട്ടുമുണ്ട്. സ്പ്രിംഗ്ഫീൽഡ് എന്ന അമേരിക്കയിലെ ഇല്ലിനോയ്സ് സംസ്ഥാനത്തിൻ്റെ ഒരു തലസ്ഥാനമായ ഒരു സ്ഥലമുണ്ട്. 100,000-ഓളം പേർ അധിവസിക്കുന്ന ഈ ഒരു കൊച്ചു നഗരത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ഒരു സ്ഥലം തന്നെയാണ്. എന്നാൽ അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കന്റെ ഒരു പഴക്കം ചെന്ന വീട്. ഒരിക്കൽ ഈ സ്പ്രിംഗ്ഫീൽഡിലുള്ള ഒരു അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ലിങ്കന്റെ ഭവനം കാണിക്കുവാനായിട്ട് കൊണ്ടുപോയി. ഒത്തിരി കഥകൾ, ലിങ്കനെ കുറിച്ചുള്ള വ്യത്യസ്തമായ സംഭവ കഥകൾ തൻ്റെ കുഞ്ഞുങ്ങളോട് പോകുന്ന വഴികളിലൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു കാലത്ത് നിലനിന്നിരുന്ന അടിമ വ്യാപാരമൊക്കെ ലിങ്കൻ നിർത്തലാക്കിയ കഥയുമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വളരെ നല്ല അഭിപ്രായവുമായിട്ടാണ് അമ്മയോടൊപ്പം വന്ന് കുഞ്ഞുങ്ങൾ തിരികെ വീട്ടിലോട്ട് മടങ്ങിയത്. പിന്നീട് ഒരവസരത്തിൽ ഈ അമ്മയും കുഞ്ഞുങ്ങളും ഒരു രാത്രിയിൽ ലിങ്കന്റെ ഈ വീടിൻ്റെ മുന്നിൽ കൂടി യാത്ര ചെയ്യുകയായിരുന്നു. ലിങ്കന്റെ വീടിനുള്ളിൽ ലൈറ്റുകൾ തെളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളിൽ ഒരാൾ പറഞ്ഞു, അമ്മയെ നോക്കൂ, ആ വീടിനുള്ളിലെ ലൈറ്റ് കെടുത്താതെയാണ് ലിങ്കൻ പോയത്. ഇത് കേട്ട ഉടനെ അമ്മ പറഞ്ഞു, ശരിയാണ്, നമുക്ക് പ്രകാശം ലഭിക്കുവാൻ വേണ്ടി അദ്ദേഹം തൻ്റെ ലൈറ്റുകൾ കെടുത്താതെയാണ് പോയത്. ലിങ്കൻ വെടിയേറ്റ് മരിച്ചിട്ട് 1 നൂറ്റാണ്ടിലേറെയായി. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ വീട്ടിൽ ഇപ്പോഴും രാത്രിയിൽ പ്രകാശം കാണുവാൻ കഴിയും. ആരും അവിടെ താമസിക്കുന്നില്ലെങ്കിലും ആ വീട്ടിലെ വിളക്കുകൾ ഒരിക്കലും കെടുത്താറില്ല. ലിങ്കന്റെ ജീവിത മാതൃക ഇന്നും മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്നു എന്നതിൻ്റെ സൂചനയായി ആ വിളക്കുകൾ ഇപ്പോഴും കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെ അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായ ഒട്ടേറെ ആളുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ തരത്തിൽ പ്രകാശം പരത്തുന്നുണ്ട്. ഗാന്ധിജിയും മദർ തെരേസയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രചോദനം പകരുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ അധ്യാപകരായിരിക്കാം, നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ നാം ബഹുമാനിക്കുന്ന മറ്റുള്ള വ്യക്തികളായിരിക്കാം, ബന്ധുക്കളായിരിക്കാം. ഇങ്ങനെ പലയിടങ്ങളിൽ അവരുടെയൊക്കെ ജീവിതത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന വിളക്കുകളായി നമ്മെ പലപ്പോഴും വഴി നടത്താറുണ്ട്. പലപ്പോഴും നമുക്കതൊരു പ്രചോദകമായി മാറാറുണ്ട് അവരുടെ ജീവിതം. മറ്റുള്ളവർ പലപ്പോഴും അവരുടെ നല്ല ജീവിത മാതൃകയിലൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്നു. നാം എപ്രകാരമാണ് ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്? നമ്മുടെ പ്രകാശം മറ്റുള്ളവർക്ക് മുമ്പിൽ നാം പ്രകാശിപ്പിക്കാറുണ്ടോ? അല്ലെങ്കിൽ നാം മറ്റുള്ളവർക്ക് വേണ്ടി അല്പമെങ്കിലും പ്രകാശത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ഈ പ്രഭാതത്തിൽ നാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പ്രിയമുള്ളവരെ, വളരെ ചുരുക്കമാണ് നമ്മുടെ ജീവിതം. ആ ചുരുങ്ങിയ ജീവിതത്തിനുള്ളിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനായി നമ്മുടെ ജീവിതം മാറ്റിവെക്കണം.
നാം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ അതിജീവിക്കുവാൻ നാം ഒരു ഗാന്ധിജിയോ അല്ലെങ്കിൽ ലിങ്കണോ ആയിത്തീരണമെന്നില്ല. നാം നയിക്കുന്നത് വെറും സാധാരണ ജീവിതമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയും നല്ല മാതൃകയും നമ്മുടെ ജീവിതത്തെ തീർച്ചയായും അതിജീവിക്കും. ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനവും ശക്തിയും ഒക്കെ ആയിത്തീരുകയും ചെയ്യും. പ്രസിദ്ധരാകാനും മറ്റുള്ളവരുടെ കയ്യടി വാങ്ങാനും ഒക്കെയുള്ള ആഗ്രഹം നമുക്കുള്ളത് കൊണ്ടാണ് പലപ്പോഴും നാം ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. എന്നാൽ മറ്റുള്ളവരുടെ യഥാർത്ഥ നന്മ ആഗ്രഹിച്ചുകൊണ്ടല്ല നാം അവ ചെയ്യുന്നതെങ്കിൽ ഇതൊന്നും ജീവിതത്തിൽ വലിയ പ്രയോജനങ്ങളൊന്നും ഉണ്ടാക്കുകയില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്കൊരു നിത്യപ്രകാശമുണ്ട്. അത് സർവശക്തനായ ദൈവം തൻ്റെ മകനെ ഭൂമിയിലേക്ക് അയച്ച് നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. നിത്യമായ പ്രകാശം ക്രിസ്തുവിൽ നിന്ന് നാം സ്വീകരിക്കുക. ലോകത്തിൻ്റെ പ്രകാശമായി ഒരു മലമുകളിൽ ഉയർത്തപ്പെട്ട ദീപം പോലെ ഇന്നും നമ്മുടെ മനസ്സുകളിലും നമ്മുടെ ജീവിതങ്ങളിലുമൊക്കെ ആ പ്രകാശം ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. കനലിനോട് ചേർന്നിരുന്നു കൊണ്ട് കരിക്കട്ട പ്രകാശം സ്വന്തമാക്കുന്നത് പോലെ ക്രിസ്തുവിനോട് ചേർന്നിരുന്ന് നമുക്കും പ്രകാശമായി മാറണം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ചെറു തരി പ്രകാശമെങ്കിലും ആയിത്തീരുവാൻ നമുക്ക് കഴിയണം. നാം നമ്മുടെ ജീവിതത്തിൻ്റെ വിളക്കുകൾ തെളിക്കുന്നത് നമ്മെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി ആയിരിക്കരുത്. മറ്റുള്ളവർക്ക് യഥാർത്ഥ വെളിച്ചമാകുവാൻ വേണ്ടി ആയിരിക്കണം നമ്മുടെ ജീവിത വിളക്കുകൾ തെളിക്കേണ്ടത്. അങ്ങനെ മറ്റുള്ളവർക്ക് യഥാർത്ഥ വെളിച്ചമാകുന്നതിലാകട്ടെ നാം സന്തോഷം കണ്ടെത്തുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം പകരണമെങ്കിൽ ആദ്യം നമ്മിൽ തന്നെ ഒരു വെളിച്ചമുണ്ടായിരിക്കണം. നമ്മിൽ വെളിച്ചമില്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് നാം പ്രകാശം പകരുവാൻ സാധിക്കുന്നത്? അതുകൊണ്ട് നമ്മിൽ പ്രകാശമുണ്ടെന്ന് നമുക്ക് ആദ്യം ഉറപ്പ് വരുത്തണം. അത് ഒരു മിന്നാമിന്നിങ്ങിൻ്റെ പ്രകാശമാണെങ്കിൽ പോലും മറ്റുള്ളവരിലേക്ക് നമുക്ക് പകരാം. സ്വാർത്ഥത വെടിയാം, മറ്റുള്ളവർക്ക് നന്മയായി തീരാം, പ്രകാശത്തിൻ്റെ മനുഷ്യരായി നമുക്ക് മാറാം. നമ്മുടെ ജീവിത വിളക്കുകൾ എപ്പോഴും തെളിച്ചു നിർത്തുവാൻ നമുക്ക് ശ്രമിക്കാം. ഈ പുതിയ ദിവസം അതിനുവേണ്ടി ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകുമെന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ പാത നമുക്കും പിന്തുടരാം. ഈ പുതിയ ദിവസം അതിനുവേണ്ടി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.